സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്? ഇതൊരു വലിയ കൺഫ്യൂഷനാണ്. ഇവിടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ നിയോഗിച്ച വരണാധികാരി, റിട്ടേണിംഗ് ഓഫീസർ, അദ്ദേഹം ഡിക്ലെയർ ചെയ്തത് 74,686 വോട്ടിന് സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളതാണ്. പക്ഷേ എം എ ബേബി പറയുന്നത് ഇതൊരു കൃത്രിമമായ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പാണ് തൃശ്ശൂർ നടന്നത്. അവിടെ 30,000 ആളുകളെ കൃത്രിമമായി വോട്ടേഴ്സ് ലിസ്റ്റ് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് എം എ ബേബിയുടെ ആരോപണം. വി എസ് സുനിൽകുമാർ ഒരു പടി കൂടെ കടന്നിട്ട് അദ്ദേഹം പറയുന്നത് 80,000 പേരെ ലിസ്റ്റിൽ അനധികൃതമായി ചേർത്തു, കൃത്രിമമായി ചേർത്തു, അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, ആരാണ് ഈ കൃത്രിമം നടത്തിയത്? അങ്ങനെ വരുമ്പോഴേ മറ്റൊരു ഉപചോദ്യം കൂടെ വരും, ആർക്കാണ് കൃത്രിമം നടത്താൻ കഴിയുന്നത്? അപ്പോൾ സഖാക്കളും രാഹുൽജിയും പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൃത്രിമം നടത്തി എന്നുള്ളതാണ്. നമ്മൾ സാധ്യത തള്ളിക്കളയേണ്ട. ഈ ഇലക്ഷൻ കമ്മീഷനിൽ 3 പേരാണുള്ളത്. അതിൽ ജ്ഞാനേഷ് കുമാർ, അദ്ദേഹം ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. അദ്ദേഹം കേരള കേഡറിൽ ഇരുന്ന ആളാണ്, കേരള കേഡർ IAS കാരനാണ്. അപ്പോൾ അദ്ദേഹം അടൂർ സബ് കളക്ടറേറ്റൊക്കെ ഇരുന്ന ആളാണ് ഈ ജ്ഞാനേഷ് കുമാർ. അപ്പോൾ അത്യാവശ്യം ചിലപ്പോൾ മലയാളമൊക്കെ കുറച്ചറിയാം. കേരളം എന്തായാലും അദ്ദേഹം സുപരിചിതനാണ്. മലയാളത്തെക്കുറിച്ച് അടിസ്ഥാനപരമായ മലയാള ഭാഷ അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം, കാരണം കേരളത്തിൽ ജോലി ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ. രണ്ടാമത്തെ ആൾ അദ്ദേഹം ഒരു പഞ്ചാബിയാണ്, ഡോക്ടർ സുഖ്വീർ സിംഗ് സന്ധു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹമാണ് രണ്ടാമത്തെ ആൾ. മൂന്നാമത്തെ ആളാകട്ടെ ഡോക്ടർ വിവേക് ജോഷിയാണ്. ഈ 3 പേരാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ അംഗങ്ങൾ. ഒന്നുകിൽ ഇവരെ കേരളത്തിൽ വരണം, അതല്ലെങ്കിൽ ഇവരുടെ ആരുടെയെങ്കിലും സിംഗിളികൾ കേരളത്തിൽ വരണം, ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ അനധികൃതമായിട്ട് എന്തെങ്കിലും തിരിമറി നടത്തണമെങ്കിൽ. നമുക്ക് അന്വേഷിക്കാം. തൃശ്ശൂരെ വീടുകളിൽ ഒരു സിഖ് പഞ്ചാബിയും മറ്റ് 2 പേരും ഈ നമ്മുടെ അംഗൻവാടി വർക്കർമാർ അല്ലെങ്കിൽ ആശാ വർക്കർമാരൊക്കെ വീട് കയറി ഇറങ്ങി വിവരങ്ങൾ ശേഖരിക്കുന്നത് പോലെ ഈ 3 പേര് തൃശ്ശൂർ പ്രദേശത്തെങ്ങാനും നടന്ന് വോട്ട് ചേർത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. അതിലൊരാൾ പഞ്ചാബി ആയതുകൊണ്ട് എളുപ്പം കണ്ടുപിടിക്കാം. തലയെക്കെട്ടൊക്കെ ഉള്ള ഒരാളെങ്കിലും വീടുകളിൽ കയറി ഇറങ്ങി വോട്ട് ചേർത്തിട്ടുണ്ടോ എന്നുള്ളത്. പ്രത്യേകിച്ച് സഖാക്കൾ കള്ളം ഒരിക്കലും പറയില്ല, അവർ സത്യം പറയുന്ന സാഹചര്യത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷനിലെ ഈ 3 പേര് എന്ന് എപ്പോഴും ഇവിടെ വന്ന് വോട്ട് ചേർത്തു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. നമ്മുടെ സർക്കാരാണ്, ഇടവഴിയിൽ പോലും CCTV ക്യാമറയുണ്ട്. ഇതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് ഈ ഉത്തരേന്ത്യക്കാർ ഇവിടെ വന്ന് വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ ഗൗരവതരമായ കുറ്റമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ സുപ്രീം കോടതി വരെ കേസ് പോയാലും കുഴപ്പമൊന്നുമില്ല. ഇവരിങ്ങനെ വന്ന് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളെ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇനി അവരല്ലെങ്കിലോ പിന്നീട് ആരാണ് ഇത് ചെയ്തിരിക്കുന്നത്? കുറച്ചു കാലം മുമ്പ് അംഗൻവാടി വർക്കർമാർ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആളുകളെ ചേർക്കുന്ന ചുമതല ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ശരി, ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ കീഴിലുള്ള BLOമാരാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിലെ ആളുകളെ ചേർക്കുന്ന ചുമതലയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ. അവരിൽ നല്ലൊരു ശതമാനം ആളുകളും സർക്കാർ ജീവനക്കാരാണ്. അത് പല തലത്തിലുള്ള സർക്കാർ ജീവനക്കാരാണ് അവരിൽ ഭൂരിപക്ഷം ആളുകൾ. ഇനിയും ഈ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ, അദ്ദേഹം തഹസിൽദാരാണ്. അദ്ദേഹമാണ് ഈ BLOമാരെ നിയമിക്കുന്നത്. ഇപ്പോൾ തഹസിൽദാർ ഏത് വകുപ്പിൽപ്പെട്ട ആളാണ്? അദ്ദേഹം റവന്യൂ വകുപ്പിൽ. റവന്യൂ വകുപ്പാരുടെ കയ്യിലാണ്? CPIയുടെ കയ്യിൽ. അപ്പോൾ CPIയുടെ നിയന്ത്രണത്തിലുള്ള റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്ന തഹസിൽദാരന്മാരാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ. അവരാണ് ഈ BLOമാരെ നിയമിക്കുന്നതും നിയന്ത്രിക്കുന്നതും. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന, പകലുപോലെ അറിയാവുന്നൊരു വസ്തുതയുണ്ട്. ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, തഹസിൽദാർ എന്നൊക്കെ പറയുമെങ്കിലും 2 സർവീസ് സംഘടനകളാണ് ഇന്ന് റവന്യൂ വകുപ്പിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന് CPMൻ്റെ നിയന്ത്രണത്തിലുള്ള NGO യൂണിയൻ, മറ്റൊന്ന് CPIയുടെ നിയന്ത്രണത്തിലുള്ള ജോയിൻറ്റ് കൗൺസിൽ. അപ്പോൾ ഈ NGO യൂണിയനിലെ സഖാക്കളും ജോയിൻറ്റ് കൗൺസിലെ സഖാക്കളും നിയന്ത്രിക്കുന്ന ഒരു വകുപ്പിലെ BLOമാർ വീടാനന്തരം കയറി ഇറങ്ങിയെന്ന് മാത്രമല്ല, ഒരു വലിയൊരു ഗൗരവമുള്ളൊരു കാര്യം ചെയ്തു. 0 നമ്പറിൽ ആളിനെ ചേർത്തിരിക്കുന്നു. 0 നമ്പറിൽ ആറിനെ ചേർക്കുന്നത് നിയമപരമായിട്ട് പ്രശ്നമില്ലെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയത്തില്ല. എന്തായാലും ശരി, കേരളത്തിലെ വീട്ടു നമ്പറില്ലാതെ 0 നമ്പർ വീടുള്ള ആളുകളും നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരിവിടെ നിന്ന് വന്നാണെന്ന് നമ്മൾ തിരക്കണം. ശൂന്യാകാശത്ത് നിന്ന് വന്നാണോ,
അതോ അതുമല്ലെങ്കിൽ അന്യഗ്രഹത്തിൽ നിന്ന് വന്നാണോ? 0 നമ്പറിൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കുന്നു. പക്ഷേ അത് അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ടതാണ്. എന്തായാലും ശരി, 0 നമ്പരായാലും നമ്പറുള്ള വോട്ടേഴ്സ് ലിസ്റ്റ്, വീട്ടു നമ്പറുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് ആണെങ്കിലും ശരി, ഈ വോട്ടർമാരെ ചേർത്തത് ഇടതുപക്ഷ സർവീസ് സംഘടനകളുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന BLOമാരാണ്. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അവരാണ് ഈ വോട്ടർമാരെ ചേർത്തിരിക്കുന്നത്. അങ്ങനെ വന്നാൽ MABയുടെ കണക്കനുസരിച്ച് 30,000 പേരെയാണ് കൃത്രിമമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിരിക്കുന്നത്. ആരെ? ഇടതുപക്ഷ സംഘടനകളുടെ ആളുകളാണ്. ഈ 30,000 പേരും എന്തായാലും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളാവത്തില്ലല്ലോ. കാരണം ഈ വോട്ട് ചേർത്ത വോട്ടേഴ്സ് ലിസ്റ്റിലെ ആളുകളെ, പേര് ചേർത്ത ആളുകളെ ഇടതുപക്ഷത്തിൻ്റെ സർവീസ് സംഘടനയുടെ ആളുകളാണ്. അവർ പോയി BJPക്കാരെയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെയോ ഒരു കാരണവശാലും ചേർക്കുകയില്ല. അപ്പം 30,000 പേര് ഇതിനകത്ത് കൃത്രിമമായി കടന്നു കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കടത്തി വിട്ടിട്ടുണ്ട്. അങ്ങനെ വന്ന് നമ്മൾ നിഷ്പക്ഷമായിട്ട് പരിശോധിച്ചാൽ 30,000 വോട്ട്, അതായത് ഇടതുപക്ഷ സർവീസ് സംഘടനകളുടെ നിയന്ത്രണത്തിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ നടന്ന കൃത്രിമത്തിൽ 30,000 പേര് അനധികൃതമായി കടന്നു കൂടിയിട്ടും സുരേഷ് ഗോപി 74,686 വോട്ടിന് ജയിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സുരേഷ് ഗോപിയുടെ യഥാർത്ഥ ഭൂരിപക്ഷം 1,00,000-ലധികമാണ്. ഈ 30,000 കൂടെ ചേർക്കണ്ടേ? അതല്ല, സുനിൽകുമാറിൻ്റെ കണക്കനുസരിച്ച് 80,000 പേരാണ് കൃത്രിമമായിട്ട് ചേർന്നിരിക്കുന്നതെങ്കിൽ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം പിന്നെയും വർദ്ധിച്ച് 1.5 ലക്ഷം ഈ കണക്കെങ്ങനെ അവർക്ക് തള്ളിക്കളയാൻ കഴിയുന്നത്? ഇവരുടെ BLOമാർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെ പ്രത്യേകം തെരഞ്ഞു പിടിച്ച് ഈ ലിസ്റ്റിൽ ചേർത്തതാണോ? എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? ഒരുപക്ഷെ ഇത്ര വ്യാപകമായ കൃത്രിമം നടന്ന ഒരു സാഹചര്യത്തിലാണ് മലയാള മനോരമ ഒരു സർവേ നടത്തിയിട്ട് ഈ കൃത്രിമമായ ഈ എണ്ണം, കൃത്രിമമായ വോട്ടേഴ്സ് ലിസ്റ്റ് കണ്ടുകൊണ്ടാണ് മലയാള മനോരമ പറഞ്ഞത് സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് പോകുന്നു. മാമച്ചായൻ അങ്ങനെ ചുമ്മാ ഒന്നും പറഞ്ഞല്ല, കൃത്യമായിട്ട് അതിനുള്ള സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ആളുകളെ ചേർത്ത് വെച്ചിട്ടാണ് ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം സജ്ജമായത് എന്നുള്ളതാണ് മനോരമയുടെ സർവേ വിരൽ ചൂണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, LDF സർക്കാർ നിയോഗിച്ച BLOമാർ, അവർ തയ്യാറാക്കിയ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവർ ചേർത്ത വോട്ടർമാർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എങ്കിൽ അതൊരു അപായ സൂചനയല്ലേ? ഇത്രമാത്രം വലിയ പ്രചരണം നടന്നിട്ട് എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് 10 കൊല്ലമായി അധികാരത്തിലെത്തിയിട്ട് എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ വോട്ടർമാർ, അതായത് BLOമാർ, അതായത് ഇടതുപക്ഷത്തിൻ്റെ BLOമാർ ചേർത്ത വോട്ടർമാർ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായിട്ടെടുക്കണം സഖാക്കളെ. അതിൻ്റെ അർത്ഥം കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്നുള്ളതാണ്. പിന്നെ അവസാനം ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ കള്ളക്കണക്കും കപട ആരോപണങ്ങളും ഇതൊക്കെ പറഞ്ഞ് സത്യം മറയ്ക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒരു കാര്യം സഖാക്കൾ മറക്കരുത്, 2026 അധികം അകലെയല്ല. എപ്പോഴും വോട്ടർമാരെ സത്യസന്ധമായി സമീപിക്കുന്നതാണ് നല്ലത്. കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അവർക്ക് കള്ളമാരാണ് പറയുന്നത്, സത്യമാരാണ് പറയുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സുരേഷ് ഗോപിയുടെ വിജയം യഥാർത്ഥ വിജയമാണെങ്കിൽ അത് അംഗീകരിക്കുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ സജ്ജമാകുക, കൂടുതൽ ജനകീയമായി ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് വളരെ ക്രിയാത്മകമായി ചിന്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ നേതാക്കന്മാരും ചെയ്യേണ്ടത്. അതിന് പകരം ഇത്തരം വ്യാജ ആരോപണങ്ങൾ അഴിച്ചുവിട്ട് സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഇറങ്ങി തിരിച്ചാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതാണ് അനുഭവം തെളിയിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.